പാത്തുമ്മയും ആടും ബഷീറും പുനഃസൃഷ്ടിക്കപ്പെട്ടപ്പോൾ അത് ഒരു കാലത്തിന്റെ നേർചിത്രമായി. കരുനാഗപ്പള്ളി ലാലാജി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആടിന്റെ പുനരാവിഷ്കാരം നടന്നത്. ബഷീറും സുഹറയും പാത്തുമ്മയും പാത്തുമ്മയുടെ ആടും പുനരാവിഷ്കരിച്ചപ്പോൾ അത് വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായി. കരുനാഗപ്പള്ളി വെൽഫെയർ UP സ്കൂളിലാണ് ബഷീർ അനുസ്മരണത്തിന്റെ ഭാഗമായി പാത്തുമ്മയുടെ ആട് പുനരാവിഷ്കരിച്ചത്. കരുനാഗപ്പള്ളി ലാലാജി സ്മാരക കേന്ദ്ര ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V. വിജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ അയാളെ കൂടാ ഒരാളെ കിട്ടിയില്ല, മൂന്നാളായി. ഒന്നും ഒന്നും ചേർന്ന രണ്ടാ അർത്ഥമുണ്ടോ? സാഹിത്യകാരൻ വള്ളിക്കാവ് മോഹൻദാസ് ബഷീർ അനുസ്മരണം നടത്തി. എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിന്റെ ചിന്തകൾ, അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ ജീവിതം ഇതെല്ലാം സാധാരണക്കാരുമായി ചേർന്ന് നിൽക്കുന്നു. ഏത് ചെറിയ കുട്ടിക്ക് വേണമെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കാം, പഠിക്കാം, അദ്ദേഹത്തെ ഇഷ്ടപ്പെടാം. ആ തരത്തിൽ അദ്ദേഹത്തിന്റെ ചിന്തകളെ നമുക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്നതാണ്. നിങ്ങളുടെ വായനയിൽ അദ്ദേഹത്തെ കൊണ്ടുപോവുകയും നിങ്ങൾ കൂടുതൽ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുകയും വേണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ലാലാജി ഗ്രന്ഥശാല പ്രസിഡന്റ് KR നീലകണ്ഠപിള്ള മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ പ്രഥമാധ്യാപകൻ മണികണ്ഠൻ P. സ്വാഗതം പറഞ്ഞു. SMC ചെയർമാൻ ബിനോയ് കരുമ്പാലിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് സുന്ദരേശൻ, സീനിയർ അസിസ്റ്റന്റ് ബുഷറ, സ്കൂൾ ലൈബ്രറിയൻ ജിഷാശ്രീ, സജീവ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.